ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരുണയും സ്നേഹവും എൻ്റെ മേൽ ചൊരിയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളെയും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനായ യേശുവര, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ആരാധന ഈശോയെ. ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. വണങ്ങുന്നു ഞാൻ തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യമായ ദൈവത്തെ ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെയും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മാത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം കർത്താവേ. ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. രണ്ട് കരങ്ങളെയും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് യേശുവേ സ്മരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നള്ളി വരുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനാണവൻ. അവനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ച
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആരാധൻ യേശുപരാ മണങ്ങുന്നു രാത്രിയേ. തേജസ്സും നിൻമുഖവും ഹൃദയത്തിലാനന്ദമേ. ശ്രമത്തിൽ ചേർന്ന് പാടാം. ആരാധൻ യേശുപരാ മണങ്ങുന്നു രാത്രിയേ. തേജസ്സും നിൻമുഖവും ഹൃദയത്തിലാനന്ദമേ. ഹൃദയത്തിലാനന്ദമേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ മണങ്ങുന്നു രാത്രിയേ. ആരാധ്യൻ യേശുപരാ മണങ്ങുന്നു രാത്രിയേ. വിശ്വാസം നിറയാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ദൈവസ്നേഹം നിറയാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ശരണം നിറയാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ നിന്ന് കർത്താവേ ഞങ്ങൾ ദൈവവിശ്വാസം നിറക്കണമെന്ന് കർത്താവേ. ഞങ്ങൾ ദൈവ സ്നേഹം നിറക്കണമെന്ന് കർത്താവേ. ദൈവ ശരണം നിറക്കണമെന്ന് കർത്താവേ. രോഗികളെ കർത്താവേ അവരുടെ ദുരിതങ്ങൾ കാരണം കർത്താവേ മനസ്സിടിച്ചു പോയിരിക്കുന്ന കർത്താവേ. ആരെപ്പോഴും ചൂടാക്കുന്നവരെ ദൈവത്തിന്റെ ശക്തി ധൈര്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു.
മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധൻ യേശുപരാ വണങ്ങുന്നു ഞാൻ തീരെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ജോസഫ് അച്ഛനെ നിങ്ങൾ കേൾക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് കൃപാസനത്തിൽ ഒരു ശുശ്രൂഷ നിങ്ങൾ കൂടുന്നു അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരേണ്ട നോട്ടെന്ന് പറയണത് കർത്താവിൻ്റെ വചനം ആര് പറഞ്ഞാലും കർത്താവിനെ കേൾക്കുന്നുവെന്ന് വേണം എൻ്റെ മക്കളെ മനസ്സിൽ ഉറപ്പിക്കാൻ. പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വചനം കേൾക്കുമ്പോൾ നീ തന്നെ എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യണമേ. എൻ്റെ ധാരണയുടെ എല്ലാ മേഖലകളെയും അഭിഷേകം ചെയ്യണം. അഭിഷേകം ശ്രദ്ധിക്കട്ടെ. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേയും നിന്നുകളിൽ ഹൃദയത്തിനാനന്ദമേ. ആരാധൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേയും നിന്നുകളിൽ ഹൃദയത്തിനാനന്ദമേ. പ്രിയപ്പെട്ടവരെ, ഒരു രസകരമായ സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സർഗാരോപണ തിരുനാളായിരുന്നു, നമുക്കറിയാം. അപ്പോൾ രാവിലെ ഒരു 4:30 എൻ്റെ വെളുപ്പിനെയുള്ള ജപമാല കഴിഞ്ഞ് ഇന്ന് അമ്മയുടെ ദിവസമാണല്ലോ എന്നോർത്ത് കർത്താവിൻ്റെ വചനം, കർത്താവ് എന്നാ പറയുന്നു എന്നറിയാൻ വേണ്ടി എപ്പോഴും അങ്ങനെ ചെയ്യണതാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കും. കാര്യം നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ പോരാ, ദൈവത്തെ കേൾക്കാൻ കൂടി നമ്മൾ ആദ്യം തന്നെ ദൈവത്തെ കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. പാപ്പ തന്നെ ഈ ദിവസങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസം നിഷ്കളങ്കമായിരിക്കണമെന്ന്, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കരുതെന്ന്. അതായത് നിങ്ങളുടെ വിശ്വാസം നിഷ്കളങ്കമായിരിക്കണം. കാനങ്കാരിയുടെ വിശ്വാസത്തെ കുറിച്ച് മാർപ്പാപ്പ ആഞ്ചലോസിൻ്റെ സമയത്ത് സംസാരിച്ചപ്പോഴേ മാർപ്പാപ്പ വ്യാഖ്യാനിച്ചത് അതാണ്. നിങ്ങളുടെ വിശ്വാസം അതുപോലെ നിഷ്കളങ്കമായിരിക്കണം, കളങ്കമില്ലാത്തതാണ്. വിശ്വാസത്തിന് വരാവുന്ന കളങ്കമെന്ന് പറയുന്നത് വ്യഭിചാരവും കൊലപാതകവും പോലെയുള്ള കളങ്കങ്ങളല്ല. വിശ്വാസത്തിൽ വരാനുള്ള കളങ്കമെന്ന് പറയുന്നത് ആ വിശ്വാസത്തിൽ ആവശ്യമില്ലാതെ ബുദ്ധി കയറ്റി വിടുന്നതാണ് അതിൻ്റെ കളങ്കം. ഇന്ന് നിർഭാഗ്യവശാൽ സഭയുടെ പല മേഖലകളിലും കളങ്കിത വിശ്വാസമാണ് ആൾക്കാർ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് അടയാളങ്ങളില്ലാത്തത്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം കാനങ്കാരിയെപ്പോലെ നിഷ്കളങ്കമായിരിക്കണമെന്ന്. എന്നുവെച്ചാൽ ബുദ്ധി കയറ്റിവിടാത്ത, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ, അവിടെ ദൈവത്തെ സംശയിക്കാത്ത, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മറുപടിയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നിലപാടുണ്ട്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കർത്താവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. അത് പലതരത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കും.
സ്വപ്നത്തിലൂടെ നമുക്ക് സംസാരിക്കും. നിങ്ങൾക്കും അറിയാം, സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നത് നമുക്ക് പലർക്കും അനുഭവമുള്ളതാണ്. പക്ഷേ അത് കർത്താവ് തന്നെയാണ് സംസാരിക്കുന്നത്, അത് മാനുഷികമാണോ എന്നറിയണമെങ്കിൽ കുറേ നാൾ അത് പ്രാർത്ഥിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ദൈവത്തെ മനസ്സിലാവും നമ്മൾ ദൈവപൈതലെ വളരെ സീരിയസ് ആണ്. അപ്പോൾ ഉടനെ നമുക്കൊരു നേരെ ഓപ്പോസിറ്റ് മെസ്സേജ് തന്നിട്ട് പറയും, അത് നിൻ്റെ സ്വന്തം സ്വപ്നമാണ്, ഞാനുമായിട്ട് ബന്ധമില്ലെന്ന് പറയും. ഉണ്ടെങ്കിൽ അതിന് അനുപക്ഷണീയമായിട്ടുള്ള ആത്മരക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചാലും അത് ദൈവികമാണോ മാനുഷ്യമാണോ എന്നറിയാൻ എന്താ മാർഗം? ആത്മരക്ഷയുടെ കണ്ടന്റ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. കാര്യം അതൊരിക്കലും നമ്മളെ ജഡിക മനുഷ്യരായിട്ട് നിലനിർത്തത്തില്ല. അത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ദൈവത്തിലേക്ക്, നിത്യതയിലേക്ക്, നിത്യരക്ഷയിലേക്കൊക്കെ വാതിൽ തുറന്നിട്ടിരിക്കണ സന്ദേശമായിരിക്കും. അപ്പോൾ ഒരു സന്ദേശം, ആ സ്വപ്നമാകാം, ദർശനമാകാം, നിനക്കുണ്ടോ അത് ദൈവികമാണോ എന്നറിയാൻ എന്താ മാർഗം? അതിൻ്റെ വാതിൽ പരിശോധിച്ചാൽ മതി. വാതിൽ എങ്ങോട്ടാണ് തുറന്നിട്ടിരിക്കണത് എന്ന്. ഇപ്പം നിൻ്റെ ആവശ്യത്തിലേക്കായിരിക്കും തുറങ്ങിയിരിക്കണത്, പക്ഷേ അത് ആ വാതിലൂടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ നിത്യതയിലെത്തുമോ, അഥവാ നിത്യതയ്ക്ക് അത് ബ്ലോക്കാകുമോ? അപ്പം സ്വാഭാവികമായിട്ട് ലോകരാജ്യത്തിലേക്കായിരിക്കും തുറന്നിട്ടിരിക്കുന്നത്. ഇനി നീ നശിച്ചു പോകണമെങ്കിൽ അത് നരകത്തിൻ്റെ വാതിലായിരിക്കും. അപ്പം എങ്ങനെയായാലും ഒരു സംഭവത്തിന് 3 വാതിൽ ഉറപ്പാണ്. സ്വർഗത്തിലേക്കുള്ള വാതിൽ, ലോകാരൂപിലേക്കുള്ള വാതിൽ, നരകത്തിലേക്കുള്ള വാതിൽ. നീ നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി നിനക്ക് സ്വപ്നത്തിൽ നീ ഒരു ലോട്ടറി ടിക്കറ്റ് സ്വപ്നത്തിൽ കണ്ട്, അയ്യോ ദൈവമേ പട്ടറി കിടന്നപ്പോൾ കർത്താവ് കാണിച്ചതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ കയറി ലോട്ടറി എടുക്കും. അത് ദൈവത്തെ പരീക്ഷിക്കണം. അതല്ല, ചിലപ്പോൾ അതിലൂടെ എടുത്ത് ചിലപ്പോൾ നിനക്ക് ലക്ഷണം കിട്ടിക്കാണാം. പക്ഷേ നിനക്കറിയാമല്ലോ, അതിനേക്കാളും വലുതാണ് നിൻ്റെ ദൈവം. മനസ്സിലായില്ലേ? അവിടെയാണ് പ്രശ്നം. നിനക്ക് ഒരു ലോട്ടറി എടുക്കുമ്പോൾ 10 ലക്ഷം കിട്ടുമായിരിക്കും ചിലപ്പോൾ, കിട്ടും. പക്ഷേ അതിനേക്കാളും വലുതാണ് നിൻ്റെ ദൈവം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി അടിക്കേണ്ട കാര്യമില്ല. എപ്പോഴെൻ്റെ മക്കൾ മനസ്സിലാക്കണം, ചില ആർത്തി പണ്ടാരങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ലോട്ടറി എടുത്ത് കൊടുക്കണല്ലേ. ഇവിടെ വന്ന് സാക്ഷ്യം പറയും ആൾക്കാർ. ഞാനും വിട്ടത്തില്ല, എന്നാ പറയാനാ? അത് കാരണം എന്നാ പറ്റി, ഇപ്പം കൃപാസനെ ബാധിക്കാൻ ലോട്ടറിക്കാർ മാറണില്ല. ലോക്ക്ഡൗണിൽ പറഞ്ഞതന്നേ ഉള്ളൂ. അത് ഈ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ് പറ്റിച്ചതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള അത് ലോകത്തിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. നിനക്ക് അതിലൂടെ പോയാൽ കർത്താവിനെ കിട്ടുമോ? ചിലപ്പോൾ നീ വീട് വെക്കുമായിരിക്കും, ചിലപ്പോൾ മകൾക്ക് അഡ്മിഷൻ കിട്ടുമായിരിക്കും. പക്ഷേ നിത്യത നിനക്ക് അവതാളത്തിലാകുമോ? അങ്ങനെയെങ്കിൽ അത് ലോകത്തിൻ്റെ വാതിലാണ്. ഇതുപോലെ അതുകൊണ്ട് ഒരു ദർശനം ഉണ്ടായാൽ ദൈവം നമ്മളോട് ആദ്യം തന്നെ ദൈവപൈതൽ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെപ്പോഴും അച്ഛൻ കഴിഞ്ഞ ടോക്കിൽ നോക്കി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യമേ പിന്നെ ദൈവം നമ്മളോട് ഈ ബുദ്ധിയില്ലാത്ത, ഈ വൃത്തിയില്ലാത്ത കുഷ്മണ്ഡത്തിനോട് സംസാരിക്കാൻ പോകുന്നു. ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ നിങ്ങൾ സെൽഫ് എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മളോട് തന്നെ ശരി പറയും, അയ്യോ ദൈവം എന്നോട് സംസാരിക്കും, ഞാൻ പാപിയല്ലേ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയണത്, ദൈവ അനുഭവത്തിന് കുറവ് ഉണ്ടാകാൻ കാരണങ്ങളിലൊന്ന്, ഞാൻ പാപിയാണെന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. എന്നാൽ പാപത്തിൽ നിന്ന് മാറി അത് പറഞ്ഞില്ല. ഇതാണ് പ്രശ്നം. എല്ലാവരും പറയും, അയ്യോ ഞാൻ പാപിയാണ്, എന്ന് പറഞ്ഞ് മരണം വരെ ഇങ്ങനെ പാപിയാണെന്ന് പറഞ്ഞിരിക്കുമോ? അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ നിനക്ക് തോന്നണമെങ്കിൽ, നീ ആത്മാർത്ഥമായിട്ടാണ് തോന്നണമെങ്കിൽ നീ അതിൽ നിന്ന് ബോധപൂർവ്വം മാറാൻ നോക്കണം. അതാണ് ഉദ്ദേശിക്കണേ. അല്ലാതെ പിന്നെ നീ പാപി ആണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിന്നോട് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിൻ്റെ പാപം ദൈവത്തെക്കാൾ വലുതാണെന്നാണ്. അതൊരു മണ്ടത്തരാ. ഇല്ല, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോഴേ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും. അല്ല പിന്നെ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു പാലം ഇട്ടിരിക്കുകയല്ലേ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാലമാണ്. അപ്പം അങ്ങോട്ട് പോയാൽ മാത്രം പറയും, ഇങ്ങോട്ടും വരണ്ടേ? അപ്പം നിനക്ക് പ്രാർത്ഥന വഴി ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ദൈവവേദന കണ്ടിപ്പായിട്ടും ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. അപ്പം നീ വെയിറ്റ് ചെയ്യണം. ദൈവം എത്ര തരത്തിലാണ് സംസാരിക്കേണ്ടത്? ഞാൻ മുമ്പ് പറഞ്ഞത് ദർശനം ഒരു വഴി,
സ്വപ്നം വേറൊരു വഴി. ഇനി വചനം ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു വഴി. ഇനി ദൈവം ഓരോ ഇൻസിഡൻ്റ്, അതായത് പരസ്പരം ബന്ധമുള്ള പൂരകങ്ങളായിട്ടുള്ള സംഭവങ്ങൾ, അനുഭവങ്ങളെല്ലാം കൂടി ക്രമീകരിച്ച് കൊണ്ടുവന്ന് തരും. അതും ഒരു വഴി. ഇങ്ങനെ എന്ത് വഴികൾ വേണമെങ്കിലും. ചിലപ്പോൾ ഒരു ശത്രു, നമ്മുടെ ശത്രുക്കളിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ശത്രുക്കളുടെ, അപ്പോൾ നിങ്ങൾ ദൈവമേ ശത്രുക്കളുടെ പിശാചിലാണ് സംസാരിക്കണത്, ശത്രുക്കളുടെ ദൈവം സംസാരിക്കുക. സത്യമായിട്ടും ശത്രുക്കളിലൂടെ ദൈവം സംസാരിക്കും. ഞാനൊരു അനുഭവം വേണേൽ പറയാം. ഇപ്പം അത് ഓർത്തുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് വളരെ കാരുണ്യം കാണിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം, ഞാൻ എൻ്റെ ഇത് കുഞ്ഞുനാളിലൊരു അനുഭവമാണ്. അതായത് ഒരു ദിവസം ഞങ്ങളുടെ വീട്, ഇപ്പം നിങ്ങൾ ഈ പ്രളയം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പ്രളയത്തിന് കുറേ സഹായിച്ച്, ഇപ്പോഴും സഹായിച്ച്, കടൽ കയറുമ്പോഴും നമ്മൾ കൃപാസനം സഹായിക്കും. അമ്മയുടെ സന്നിധാനമായതുകൊണ്ട് അമ്മക്കരുതൽ എപ്പോഴും ഉണ്ടാവും. അപ്പോഴും അപ്പോൾ എനിക്ക് പക്ഷേ ഈ വെള്ളം, പ്രളയം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ നിങ്ങളെപ്പോലെ ഫീൽ ചെയ്യത്തില്ല. കാര്യം ഞാൻ വെള്ളത്തിലാണ് ജനിച്ചത്, കർക്കിടകത്ത് ജനിച്ച ആളാണ്. എൻ്റെ ചുറ്റോട് ചുറ്റും, എൻ്റെ വീടിൻ്റെ ചുറ്റോട് ചുറ്റും വെള്ളമാണ്. 3 സ്ഥലത്തും വെള്ളമാണ്, ദ്വീപിലാണ്. അപ്പോഴും ഒരു മഴ പെയ്താൽ മതി, ഞങ്ങളുടെ അന്ന് ഈ ചാണാമെഴുകുന്ന തിണ്ണയാണ്, അതിലൂടെ വെള്ളം മേലോട്ട് ഇങ്ങനെ കോള പോലെ വരും. കട്ടിൽ വരെ ഒപ്പം വെള്ളം വരും. അപ്പോൾ പിന്നെ ഏരിയൊക്കെ കെട്ടി ഒരു കാലത്ത് ഏരിയയിലെ പുറത്തൊക്കെ താമസിച്ചിരുന്നത്. കുഞ്ഞുനാളിൽ ഒരു 4 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള സമയത്ത്. അതിനുശേഷം പിന്നെയും അവിടെ നിന്ന് മാറിയില്ലായിരുന്നു. 10ാം ക്ലാസ് വരെ അവിടെ തന്നെയാണ് താമസിച്ചത്. ഇപ്പോഴും ഇപ്പോൾ അവിടെ വീടില്ല. അവിടെ വീട്ടിൽ താമസിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് വീടില്ല. ആ പറമ്പ് അവിടെ കിടപ്പുണ്ട്. എന്ന് ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാലം പ്രളയം വരുമ്പോൾ, ഈ ഓരോരോ സമയത്ത് വരുമ്പോഴുണ്ട് നമുക്ക് ഇതിലൂടെ എല്ലാം. അവിടെ ഞങ്ങൾക്കവിടെ പ്രളയം വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ, അതായത് അങ്ങോട്ട് വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലം അങ്ങേരുടെ പറമ്പിൽ കൂടിയാണ് വെള്ളം ഒഴുകിപ്പോയത്. വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്, വന്നതും പോയിക്കൊണ്ടിരുന്നതൊക്കെ. അങ്ങനെ അത് ബ്ലോക്ക് ചെയ്തപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ശത്രുതയല്ലേ കാണിച്ചത്, നമ്മളോട് ശത്രുത കാണിച്ചതല്ല. പുള്ളിയുടെ അവിടെ ഈടാക്കി പുള്ളിയുടെ സ്ഥലത്ത് വെള്ളം കയറി കൃഷി പോകാതിരിക്കാൻ വേണ്ടി അങ്ങയുടെ സ്വന്തം സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പം ചിലരുടെ സുരക്ഷിതത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് അരക്ഷിത ഉണ്ടാവും, അല്ലേ? അരക്ഷിത ഉണ്ടാവും. ഇപ്പോൾ പല പ്രാവശ്യം അപ്പം ചെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല. അതേപോലെ കഴുവ വെച്ചു, ഈ തെങ്ങൊക്കെ തെങ്ങ് തുളച്ചിട്ട് ഒരു കഴുവ വെക്കുമല്ലോ, ഒരു കുഴൽ വെക്കും, തെങ്ങിൻ്റെ കുഴൽ. പണ്ടത്തെ കാലത്തെ രീതിയാണ്. പോളിത്തീൻ ആയിട്ടുള്ള ഇപ്പോഴത്തുള്ള പൈപ്പ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അപ്പം ഒരു തെങ്ങ് പുതച്ചെടുത്ത് അതിൻ്റെ അകത്ത് ആരെല്ലാം കളഞ്ഞെടുത്തിട്ട് തെങ്ങിൽ കുഴൽ വെച്ചു. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തെങ്ങിൻ്റെ കുഴൽ ഭൂമിയുടെ അടി കൂടി ഇരിക്കുന്ന കുഴലാണ്. അതിലൂടെയാണ് വെള്ളം കയറ്റിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുഴൽ പണ്ടത്തെ കുഴലാണ്. പക്ഷേ അതിന് കഴുവ എന്നൊക്കെ പറയും. പക്ഷേ തെങ്ങിൻ്റെ പക്ഷേ അത് ഉറഞ്ഞുപോയി. പിന്നെയും മണ്ണിടിഞ്ഞ് വീണ് അത് നിരപ്പായി. ഇവിടെ വെള്ളം പൊങ്ങി. ഇപ്പോൾ വെള്ളം പൊങ്ങി കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? അപ്പോൾ എന്താ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ ശത്രുവിലൂടെയും ദൈവം സംസാരിക്കും. സ്വപ്നത്തിലൂടെ സംസാരിക്കും, ദർശനത്തിലൂടെ സംസാരിക്കും, സംഭവങ്ങളിലൂടെ സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും. ഇപ്പോഴെന്താ കർത്താവ് പറഞ്ഞത്? നിൻ്റെ ശത്രുവിലൂടെയും ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. അതുകൊണ്ട് ശത്രു എന്തെങ്കിലും പറയുമ്പോഴും മിണ്ടാണ്ട് കേട്ടിരിക്കുന്നതാണ് എപ്പോഴും ഒരു ആധ്യാത്മികമായ ബുദ്ധി എന്ന് പറയണത്. ഞാൻ പണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ സ്പിരിച്വൽ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് എൻ ഇൻ്റലക്ച്വൽ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് ഒരു ബുദ്ധി ഉള്ള ജീവിതമാണ്. ഇപ്പം ശത്രുവാണ് സംസാരിക്കണമെന്ന് കണ്ടാലും ചിലപ്പോൾ തന്തൊക്കെ വിളിക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. കർത്താവിന് എന്തോ പറയാനുണ്ട്. സത്യമാണ് സഹോദരങ്ങളെ, ഇത് ഭയങ്കരമായ സത്യമാണ്. ഒന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കാൻ വേണ്ടി നിന്നെ ക്ഷമ, നിന്നെ ദയ, നിന്നെ സംയമനമൊക്കെ പാലിക്കാൻ വേണ്ടി നിനക്കതുണ്ട്. ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിന് ദാനം തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് ദാനത്തിലുള്ള എന്തൊക്കെയാണ്? ഇപ്പം ഗലാത്യർ നമ്മൾ 5:19 വായിക്കത്തില്ലേ? അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിലുള്ളത് എന്തൊക്കെയാണുള്ളത്? അതിനകത്ത് സ്നേഹമുണ്ട്, ക്ഷമയുണ്ട്, ദയ ഉണ്ട്, നന്മയുണ്ട്, വിശ്വസ്തതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് അറിയണ്ടേ ഉണ്ടോ ഇല്ലയോ എന്ന്? How can you know that you get patient?
നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ദാനമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എൻ്റെ പരിശുദ്ധാത്മ ദാനങ്ങൾ കണ്ടില്ലേ? എന്താ ഗലാത്യർ 5:22 ഗലാത്യർ 5:22 എന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇപ്പം സൗമ്യത ആത്മസംയമനമൊക്കെ നിങ്ങൾക്കുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ശത്രുക്കൾ വേണം. ഇതാണ് ശത്രുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇപ്പം ശത്രു നമ്മളെ എന്തെങ്കിലും കാര്യത്തിൽ ദ്രോഹിക്കുമ്പോഴും വിഷമിപ്പിക്കുമ്പോഴും നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ പറഞ്ഞാലേ, ഇപ്പം ചില പറഞ്ഞില്ലേ, വെണ്ടക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിച്ച് കണ്ടത്തടിക്ക് മുണ്ടത്തടി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ അങ്ങനെ പറഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത്? അത് ജഡമാണ്. നമ്മൾ അതുപോലെ തന്നെ പറയുന്നത് 5:19 ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ ആഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ശത്രുത, കലഹം, അസൂയ, മാത്സര്യം, ഭിന്നത, വിഭാഗ്യത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. അപ്പം അതിനകത്ത് വരുന്നത് എന്താണ്? അശുദ്ധി വരുന്നുണ്ടല്ലേ, അശുദ്ധി വരുന്നുണ്ട്. അതുപോലെ തന്നെ മത്സര്യം. അപ്പം അവൻ നമ്മളോട് തോന്നിവാസം പറഞ്ഞപ്പോൾ ആ മത്സരിച്ച് നമുക്കും തോന്നിവാസം അവനോട് പറയണം, എന്തായാലും നിൽക്കളി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നമുക്കൊരു ചമ്മലുണ്ടാവും. ഇതിനാണ് ലോകാരൂപി എന്ന് പറയണത്. ശത്രു നമ്മളത് തോന്നിവാസം പറഞ്ഞ് അശുദ്ധ സംഭാഷണം നടത്തുകയും തന്തൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചോ? അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ തിരിച്ചു വിളിക്കണം. അതാണ് ജഡത്തിൻ്റെ വ്യാപാരങ്ങളെന്ന് പറയണത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ് നമ്മളിലുള്ളത്. അതിലൊന്നാണ് മാത്സര്യം. എന്താണ്? ശത്രു പറയുന്ന അതേ ആക്കത്തിലും തൂക്കത്തിലും അവനോട് തിരിച്ചു പറയുമ്പോൾ മത്സരമാണത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ മത്സരം വരെ നടക്കണം, നമുക്ക് കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ്. അപ്പം മത്സരം, അപ്പം നമ്മൾ ആ മത്സരമുള്ളത് എന്താണ്? മത്സരം ഉണ്ടെങ്കിൽ അത് ലോകാരൂപി വരും. അത് ഇപ്പോൾ ലോകാരൂപിയാണ് സംഭവം. അപ്പോൾ ഈ അതേ സമയം തന്നെ ശത്രു വരുന്ന സമയത്ത് നമുക്ക് 5:22 5:22 പ്രകാരം നമുക്ക് സൗമ്യതയാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആത്മസംയമനമാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ശത്രുതയാണ് ഉണ്ടായത്, അയാൾ തോന്നിവാസമാണ് നമ്മളോട് പറഞ്ഞത്, നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് ചമ്മലുണ്ടായി. മക്കളെ, നാട്ടുകാർ ദൈവത്തെക്കാൾ വലുതാകരുതൊരിക്കലും. പറഞ്ഞ് മനസ്സിലായോ? നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ആളാകാൻ വേണ്ടിയാണ് അവനോട് തിരിച്ചു പറയണത്. അല്ലെങ്കിൽ ഇവനെന്ത് വിചാരിക്കും? ഞാൻ അത് ചെയ്തതാണെന്ന് വിചാരിക്കത്തില്ലേ? ഇവനെന്ത് വിചാരിച്ചാൽ എന്ത് കാര്യം? ഇപ്പം അവരെന്നോട് അങ്ങനെ പറഞ്ഞ് ആരോപിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ നിന്ന് കണ്ടില്ലേ അയാൾ മിണ്ടാതെ നിൽക്കണം, കണ്ടില്ലേ, അയാളപ്പോൾ അത് ചെയ്ത് കാണും എന്ന് നാട്ടുകാർ വിചാരിക്കും. അപ്പോൾ ദൈവം എന്ത് വിചാരിക്കണം എന്നല്ല വിശ്വാസി ചിന്തിക്കേണ്ടത്. യു ഗോട്ട് ദ പോയിന്റ്. പിടികിട്ടിയോ? ദൈവം എന്ത് നാട്ടുകാരെന്ത് വിചാരിക്കട്ടെ? നാട്ടുകാരെന്നാ വിചാരിച്ചിട്ട് എന്നാ കാര്യം? കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അതാണ് പ്രശ്നം. നാട്ടുകാരെന്നാ വിചാരിച്ചിട്ട് എന്നാ കാര്യം? കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ഇതാണ് അവസ്ഥ. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അപ്പം അദ്ദേഹം അവിടെ അടച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ വിഷമത്തിലായി. പക്ഷേ കേസിന് വഴക്കിന് ഇന്നത്തെ പോലുള്ള പഞ്ചായത്ത് ഒക്കെ ശക്തമായൊരു കാലഘട്ടമല്ലത്. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അനുഭവിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ സമയത്ത് പക്ഷേ നമ്മളും ഉടനെ അപ്പോൾ നമ്മൾ പറയും ഏത് ഞങ്ങളുടെ പുളിച്ചിയും പൂക്കും ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാകുമെന്ന്. അപ്പം നമ്മൾ ആലോചിച്ചിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു വിചാരിച്ചോ, ഇതെല്ലാം ലോകാരൂപിയിലേക്ക് വരും അവസാനം. അതുകൊണ്ടാണ് ദൈവം മാത്രമേ നമുക്കുള്ളൂ. എന്ത് വിഷയത്തിലൂടെയും എൻ്റെ ദൈവത്തിൻ്റെ ഭുജം പ്രകടമാകും എന്ന് നീ വിശ്വാസി കാത്തിരിക്കണം.
അവിടെ ഒരു പരിപാടിക്കുമില്ല. പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ പറയും നിങ്ങൾ നിയമപരമായിട്ട് പോയിക്കുമെന്ന് പറയും. കാരണം അത് നിയമപരമായിട്ട് പൗലോസ് വരെ പോയിട്ടുള്ളതാണ്. അത് നിയമത്തിനല്ല. പക്ഷേ നിയമത്തിന് പുറത്തുള്ള കൊടുക്ക വാങ്ങലുകളെല്ലാം പരമാവധി നമ്മളെ ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോയി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ കാര്യം അറിയാമോ? ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ വെള്ളം കയറി ഇങ്ങനെ കെട്ടി നിൽക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി, തെങ്ങിൻ്റെ തലയൊക്കെ തെളിഞ്ഞ് വന്ന്. പണ്ട് ഉപ്പ് വെള്ളമാണ് കയറി ഇറങ്ങിക്കൊണ്ടിരുന്നതേ. അപ്പോൾ തെങ്ങിൻ്റെ അണ്ടമൊക്കെ സൂക്ഷിച്ചിട്ട് തേങ്ങയൊക്കെ കുറയും. ഇപ്പം എന്നാ പറ്റി, ഉപ്പ് വെള്ളം കയറുന്നില്ല, ഉള്ള മഴ പെയ്ത വെള്ളമാണ് അവിടെ നിന്ന് പറ്റിപ്പോണത്. അപ്പോൾ എന്താ പറ്റി, തെങ്ങിൻ്റെ അണ്ടമൊക്കെ കരിമ്പച്ചയായിട്ട് വന്നു. പക്ഷേ മഞ്ഞളിപ്പൊക്കെ മാറി. ഒരു ചൊട്ട വന്നു കഴിഞ്ഞാൽ ഒരു 10, 12, 20 തെങ്ങൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്നാ പറ്റി, എങ്ങനെ വരാൻ കാര്യം, അതിനോടുകൂടി പിന്നെ പറമ്പിൽ പായിൽ പിടിക്കാൻ തുടങ്ങി. പറമ്പിലല്ല, ഈ ഉള്ള തോട്ടില്ലേ കൊടപ്പായിൽ പിടിക്കാൻ തുടങ്ങി. ഭയങ്കര വളമാണ്. നമ്മുടെ ഈ ഫാക്ടം ഫോഴ്സിനേക്കാളൊക്കെ ശക്തമായ വളമാണ്. ചുമ്മാ വാരി വെച്ച വാഴയൊക്കെ ഇങ്ങനെ ആളിക്കൊണ്ട് വരും. 250 വാഴ വരെ വീട്ടിൽ പറമ്പിൽ 40 സെൻറ്റ് സ്ഥലത്ത് മാത്രം വെച്ച് കൊലപ്പെട്ടിട്ടുണ്ട്. എന്താ കാര്യം, ഈ സ്ഥലം മുഴുവനും ചിട്ടിക്ക് ഈടാക്കിയിട്ട് അത് വിറ്റ് പോകുന്ന അവസ്ഥ വന്ന് അത് പിന്നെ ഒരു ബന്ധു രക്ഷിച്ച് അങ്ങനെയുള്ള ഒരു കാലമാണ്. പറമ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ള അതൊരു കാലം, ഒരു 2 കൊല്ലം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ അപ്പനും കഷ്ടപ്പെട്ടിട്ടുണ്ട് പറമ്പിൽ. ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്ത് പായിൽ എങ്ങനെ വളർന്നു വന്നതാണ്. ഈ 10-250 വാഴയ്ക്ക് വളം വേണമെങ്കിൽ എന്തുമാത്രം വളം വേണ്ടി വരും. പക്ഷെ ഉപ്പ് മാറിപ്പോയി, ഒഴുക്ക് നിന്ന് നിലച്ച് കഴിഞ്ഞപ്പോൾ ശുദ്ധവെള്ളം വന്നപ്പോൾ ശുദ്ധവെള്ളത്തിൽ പായൽ വളർന്നതാണ്. ഇതാരെല്ലാം കണ്ടതാണ്, കർത്താവ്. അപ്പം കർത്താവല്ലേ അവനെ കൊണ്ട് കഴിവാടപ്പിച്ചത്, ഇല്ലേ? കർത്താവ് എന്താണ് കണ്ടത്? 2 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ പട്ടിണി വരാൻ പോകുന്നു. 2 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ഈ കുടുംബത്തിൽ പട്ടിണി വരാൻ പോകുന്നു. കർത്താവെ എന്ന് വിളിച്ചാലും ഞാനും എൻ്റെ അപ്പനും എൻ്റെ പെങ്ങളും എൻ്റെ അമ്മയും കുഞ്ഞുനാളും വരെ ജീവിച്ചത്. ഞങ്ങളുടെ പഠനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് അപ്പൻ്റെ ബിസിനസ്സിലേക്ക് വന്ന തകർച്ച കൊണ്ട് കടങ്ങൾ വന്നു. പക്ഷെ കടങ്ങൾ വന്നെങ്കിലും ആ ഒരു അവസ്ഥയിലും കർത്താവ് ഇങ്ങനെ കണ്ണും നട്ടിരിക്കണം, കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ശത്രുക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ കാര്യം എന്നറിയാവോ? ഏറ്റവും വലിയ അനുഗ്രഹം ചിലപ്പോൾ നമ്മൾ ശത്രുക്കളിൽ നിന്നായിരിക്കും നമുക്ക് വരണത്. അതുകൊണ്ട് എൻ്റെ മക്കൾ ശത്രുത കാണിക്കേണ്ട അവർക്ക് അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം എന്താ പറയണത്? നിങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകം പറയും, ശത്രുക്കളെ നിങ്ങൾ ആശീർവദിക്കുവിൻ. എന്നിട്ട് പറയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂന്ന്. എന്താ അങ്ങനെ ആശീർവദിക്കുക മാത്രമേ? കാര്യം ശത്രുക്കളിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആശീർവാദമാണ്. ദൈവത്തിൻ്റെ ആശീർവാദം ബന്ധുക്കളിലൂടെ വരണം നിർബന്ധമില്ല, അയൽവാസിയുടെ വരണം നിർബന്ധമില്ല. ദൈവത്തിന് നമ്മളെ ആശീർവദിക്കുവാൻ ശത്രുവിനെയും കരുവാക്കാം. അപ്പം ശത്രു ആശീർവദിക്കുമ്പോൾ നമ്മൾ തിരിച്ചാശീർവദിക്കണം. ആരാണ്? അവനിലൂടെ നമ്മളെ അവൻ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലും ശത്രുവിൻ്റെ ആശീർവാദമായി കരുതിക്കൊണ്ട് അവനിലൂടെ ദൈവമാണ് നമ്മളെ ആശീർവദിക്കണമെന്ന് കരുതിക്കൊണ്ട് തിരിച്ചാശീർവദിക്കാൻ വേണ്ടിയാണ് പൗലോസ് പറയണത്, ശത്രുക്കളെ നിങ്ങൾ ആശീർവദിക്കുവേൻ. അത് ക്രിസ്തീയ ജീവിതം എന്ത് മനോഹരമാണ്. ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ.